ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലറ സെന്റ് തോമസ് ജ്ഞാനായ കത്തോലിക്ക പള്ളിയുടെ മുൻപിലാണ്. ഇവിടെ നടക്കുന്നത് പെരുന്നാൾ ആഘോഷമാണ്. ഏകദേശം എല്ലാ വർഷവും ഒരു മുടക്കമില്ലാതെ നടത്തിക്കൊണ്ടു പോകുന്ന ആഘോഷമാണ് ഇവിടുത്തെ പെരുന്നാൾ. ഇത് ഇന്നത്തെ ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരിക്കും ഈ പെരുന്നാൾ ആഘോഷം. ഇന്ന് അതിൻ്റെ സമാപന ദിവസമാണ്. ഇന്ന് രാത്രി റാസയും അതുപോലെ നാടകത്തോടു കൂടി ഇവിടുത്തെ ഈ വർഷത്തെ പെരുന്നാൾ ഇന്നിവിടെ അവസാനിക്കും. കല്ലറ നിവാസികളുടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കല്ലറ നിവാസികളുടെ ഒരു പെരുന്നാൾ തന്നെയാണ്, കല്ലറ നിവാസികളുടെ ഒരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷം. എല്ലാ മതസ്ഥരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന, അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, ആർത്തുല്ലസിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഇവിടുത്തെ കല്ലറയിലെ പെരുന്നാൾ. അപ്പം വിശുദ്ധ തോമസ് ലീഹയുടെ സ്മരണയിൽ അവർ നടത്തുന്ന പെരുന്നാളാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, കല്ലറ പ്രദേശത്തിൻ്റെ ഉത്സവമായ പുതുഞായർ തിരുനാൾ കല്ലറ പഴയ പള്ളിയിൽ ഇതിൻ്റെ സമാപന ദിനത്തിൽ ഇന്ന് എത്തിയിരിക്കുകയാണ്. ദേശത്തും വിദേശത്തുമുള്ളവർ ഏറെ ഭക്തിയോടെ, ഏറെ വിശ്വാസത്തോടെ, ഏറെ താല്പര്യത്തോടെ, സന്തോഷത്തോടെയൊക്കെ ആഘോഷിക്കുന്ന ഈ തിരുനാൾ അതിൻ്റെ പരിസമാപ്തിയിലെത്തുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ ഒരു നടവഴി പ്രദർശനം, അതിനൊക്കെ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ പങ്കെടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇതൊരു നാടിൻ്റെ ഉത്സവമായിട്ട് മാറുകയായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പുണ്യാളനിലൂടെ നമുക്ക് കിട്ടിയ ഈ പ്രദേശത്തിന് കിട്ടുന്ന ആ ഒരു ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള അവസരമായിട്ട് ഈ ഒരു തിരുനാളിൻ്റെ ദിവസങ്ങളെ മാറ്റാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കല്ലറ പ്രദേശത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ഇടവകയുടെ മധ്യസ്ഥൻ തോമസ് ലീഹ. അപ്പോൾ ഞങ്ങളുടെ പതിവാണ് എല്ലാ വർഷവും ഈ വിശുദ്ധ തോമസ് ലീഹായിലൂടെ ഈ പ്രദേശത്തിനും ഈ ഇടവകയ്ക്കും ഓരോ കുടുംബങ്ങൾക്കും ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ളവരും വിദേശത്തുള്ളവരും നാനാജാതി മതസ്ഥരുമായിട്ടുള്ള എല്ലാവരും ഒന്നുചേരുന്ന ഒരു വലിയ ആഘോഷം, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, ഒരു സ്നേഹത്തിൻ്റെ, ഒരു കൂട്ടായ്മയുടെ ആഘോഷം കൂടിയിട്ടാണ് ഈ തിരുനാൾ. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഇത് ആരംഭിച്ചിരുന്നു. ഇന്നിതിൻ്റെ അവസാന ദിവസമാണ്. ഇന്ന് ആഘോഷമായ റാസ കുർബാനയോടുകൂടി ശേഷം വൈകുന്നേരം ഒരു നാടകത്തോടു കൂടി ഈ തിരുനാൾ ആഘോഷം അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു സ്നേഹത്തോടു കൂടി. ഇതൊരു സ്നേഹത്തിൻ്റെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ആഘോഷമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ചായിരിക്കുമ്പോഴത്തേക്കിനാണല്ലോ നമ്മളുടെ ഇടയിലുള്ള ഭിന്നതകളെല്ലാം മറന്ന് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന ബോധ്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു ഐക്യത്തിന് വേണ്ടി, ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാവരും ഇതേ അവസരത്തിൽ തന്നെ, അതായത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എല്ലാ വർഷവും ഇത് ആഘോഷിക്കും. അങ്ങനെ ഒരു കൃത്യ ഡേറ്റ് ഉള്ളതുകൊണ്ട് പുറത്ത് ഉള്ളവർക്ക് ഒരുപാട് പേര് ഈ ഇടവകയിൽപ്പെട്ടവർ വിദേശത്തുണ്ട്, അവർക്കെല്ലാം വരുവാനായിട്ട് സാധിക്കും. എല്ലാ വർഷവും ഇത് ഒരു മുടക്കമില്ലാതെ നടക്കുന്നുണ്ട്. അത് ഒരു പള്ളി സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ആ പള്ളി ആരുടെ പേരിലാണോ ആ ആളെ അനുസ്മരിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കും. സാധാരണ ഒരാഴ്ച നീണ്ടു നിൽക്കും. കല്ലറക്കാരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് കല്ലറ പ്രദേശത്തിന്റെ ആഘോഷം എന്ന് പറയുക. ഇടവകയുടെ നേതൃത്വത്തിൽ നടത്തുന്നു, പക്ഷേ എല്ലാ നാനാജാതി മതസ്ഥരും ഇതിൽ പങ്കുചേരും. കല്ലറ സെന്റ് തോമസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി കോട്ടയം രൂപതയിലെ കൈപ്പട ഫൊറാനയിലുള്ള വിശുദ്ധ തോമസ് ലീഹയുടെ മധ്യസ്ഥതയിലുള്ള പുരാതനമായ ഒരു ദേവാലയമാണ്. ഏകദേശം 600ഓളം ഇടവകക്കാരും ഉള്ള കൈപ്പഴ ഫൊറാനയിൽ തന്നെ പ്രധാനപ്പെട്ട പള്ളിയാണ്. 125 വർഷത്തെ പാരമ്പര്യവും 125 വർഷം പഴക്കമുള്ള നമ്മുടെ ദേവാലയത്തിൽ നടക്കുന്ന പുതുഞായർ തിരുനാൾ, ഈസ്റ്റർ ഞായർ കഴിഞ്ഞുള്ള പുതുഞായർ തിരുനാളാണ് എല്ലാ വർഷവും നടക്കാറുള്ളത്. അത് ധാരാളം ആളുകൾ പങ്കെടുക്കുകയും വിശ്വാസം, മധ്യസ്ഥൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും, തിരുനാൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഇടവകയുടെ പേരിൽ, പള്ളി കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു.